ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബി ജി രാജേഷ്. ആബീസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ആലിയ കട്ട് ടോപ്പ്, ക്രോപ്പ് ടോപ്പ് പോലത്തെ അങ്ങനത്തെയാണ് തയ്ക്കാൻ പോണത്. വണ്ണം 33 ഇഞ്ചും അതിൻ്റെ ഇറക്കം 24 ഇഞ്ചും ഫുൾ ലെങ്ത്ത് ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇത്. ആലിയ കട്ട് കുർത്തി വെട്ടല്ലോ അതുപോലെ സ്ട്രാപ്പായിട്ടുള്ളതാണിത്. സ്ട്രാപ്പാണ്. അപ്പോൾ ആം ഹോളിൽ നിന്ന് നേരിട്ട് നെക്കിലേക്ക് നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് ആ നെക്കിലേക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്ന് വരയ്ക്കുക. എന്നിട്ട് ആം ഹോൾ എത്ര, ഇതിൽ 7.5 ഇഞ്ചാണ് ആം ഹോളും വെട്ടുക. സ്ട്രാപ്പ് വരുന്നത് ഒരു 5 ഇഞ്ചിൻ്റെയാണ്. ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ വെട്ടണത്. ഫ്രണ്ട് നെക്ക് മാത്രമാണ് ആലിയ കട്ട് മോഡലിൽ വെട്ടുന്നത്. ബാക്ക് ഞാൻ സാധാ ആണ് വെട്ടണത്. അപ്പോൾ ആലിയ കട്ടിന് നമ്മൾ അറക്കത്തിൻ്റെ മുകളിലേക്ക് ഒരു 5 ഇഞ്ച് ഇടലപ്പെടുത്തിയിട്ട് നമ്മുടെ തയ്യൽ തുമ്പിലേക്ക് വരയ്ക്കണം. 5 ഇഞ്ചിൽ നിന്ന് തയ്യൽ തുമ്പിലേക്ക് വരച്ചു കൊടുക്കണം. സെൻറ്ററിലേക്ക് ഒരു 5 ഇഞ്ച് എടുത്തിട്ട് വേണം അത് ചെരിച്ച് വെട്ടാം. ഫ്രണ്ട് പാർട്ടാണത്. ഇപ്പോൾ സ്ട്രാപ്പും കൂടിയിട്ടുള്ള കാരണമാണ്. അപ്പോൾ ആ കുനിച്ച് നിൽക്കണ ഭാഗം ഞാൻ പിന്നീട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്ക് കൂടും എന്നുള്ള രീതിയിൽ അത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ചിലേക്ക് വരച്ച് വെട്ടണം. ഫ്രണ്ട് ഭാഗം ആലിയ കട്ട് മോഡലും ബാക്ക് ഞൊറിയിട്ടിട്ട് സാധാ മോഡലാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് വരച്ച് നെക്കിൻ്റെ അറ്റത്തേക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് വരയ്ക്കണം. ഫ്രണ്ട് പാർട്ട് വെച്ച് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്ത് ഇത് വെട്ടിയെടുക്കും. ഇതിൻ്റെ പീസ് വെട്ടണത് ആലിയ കട്ട് പോലെയല്ല, സാധാ നമ്മുടെ ചെസ്റ്റ് അളവ് എടുത്തിട്ട് ചെസ്റ്റ് അളവ് 12 ഇതെടുത്തിട്ട് വെട്ടണം. ഇനി ഇതിനൊരു ബാൻഡ് വേണം. അത് ഈ സ്ട്രാപ്പ് ഷോൾഡറിന് വരുന്ന സ്ട്രാപ്പ് അതൊരു 5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. വീതി ഒരു 1.5 ഇഞ്ച് അങ്ങനെ ഒരു ഇതിലാണ് വീതി എടുത്തേക്കുന്നത്. 5 ഇഞ്ചിൽ ഞാനൊരു 2 സ്ട്രാപ്പ് വെട്ടുണ്ട്. ലെങ്ത്താണ് 5 ഇഞ്ച്. ഇത്തിരി ടൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറവ് എടുത്തിട്ടുള്ളൂ ഷോൾഡർ. പിന്നെ ബാക്കിലേക്ക് ഞാൻ ക്രോസ് പീസാണ് വയ്ക്കുന്നത്. ബാക്കിൻ്റെ ഫുള്ള് ആം ഹോള് തൊട്ട് നെക്ക് അങ്ങനെ ഫുള്ള് ഞാൻ ക്രോസ് പീസ് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബാക്ക് നെക്കിലേക്ക് വേണ്ടി ക്രോസ് പീസാണ് വയ്ക്കുന്നത്. ക്രോസ് പീസ് വെട്ടണം. അത് 1 ഇഞ്ച് അടയാളപ്പെടുത്തി വരച്ചിട്ട് ഇനി അത് വെട്ടിയെടുക്കുക. ക്രോസ് പീസ് ഓരോന്നും വെട്ടിയെടുക്കുക. ഫ്രണ്ട് ഭാഗം ഞാൻ ഒരു ഷേപ്പിൽ ഒരു പീസാണ് വെട്ടിയെടുക്കുന്നത്. നമ്മളടിയിൽ ലൈനിങ് പോലെ വെക്കാനായിട്ട്, മറച്ച് വെക്കാനായിട്ട് അത് വെട്ടിയെടുക്കണം. അതിൻ്റെ അളവിൽ അടിയിലൊരു തുണി വെച്ച് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം. മറച്ച് വെച്ച് തയ്ക്കുക. സ്ട്രാപ്പ് വെച്ചിട്ട് മറച്ച് വെച്ച് തയ്ക്കാനായിട്ട്.
ഇനി അതിൻ്റെ അടിവശം ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വെറുതെ വെട്ടിയെടുക്കുക. ഇനി ഞാൻ അടിയിൽ ഞൊറിയിട്ട് അടിക്കാനായിട്ട് ഇതിൻ്റെ അടിയിൽ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും അടിയിൽ ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ വെട്ടിയെടുത്തു. അതിൽ ഫ്രണ്ട് പാർട്ടിൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടണം. അതിൻ്റെ അറ്റത്ത് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് ചെരിച്ച് വെച്ച് നമ്മൾ ആലിയ കട്ടിനൊക്കെ വെട്ടില്ലോ അതുപോലെ തന്നെ പ്ലീറ്റ്, എന്നിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ആ ഭാഗം വെട്ടി കളയണം. ഇവിടെ നിന്ന് അത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ സെൻറ്ററും ആലിയ കട്ടിൻ്റെ ഷേപ്പ് വെട്ടിയ ആ സെൻറ്ററും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ഷേപ്പ് വരാം. ചെരിച്ച് വെട്ടണം കൊടുത്ത്. ഇനി ആ ഭാഗം ഉയർന്നിരിക്കുന്ന ഭാഗം സെൻറ്ററിലേക്ക് വരത്തക്ക വിധത്തിൽ ഇനി ഞാൻ ആ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഇത് മടക്കിയൊന്ന് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഒന്ന് മടക്കി തയ്യൽ തുമ്പ് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടൊന്ന് അടിക്കണം. നല്ല വശം വെച്ച് അടിച്ച് അതിൻ്റെ സ്ട്രാപ്പ് നല്ല വശം ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ സ്ട്രാപ്പ് വരുന്ന വിധത്തിൽ നമ്മൾ ലൈനിങ് ഒക്കെ അടിക്കുമ്പോൾ നല്ല ഭാഗം വെച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് ഇടാം. നല്ല ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരത്തക്ക വിധത്തിൽ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക. സ്ട്രാപ്പ് ഞാൻ അടിച്ച് മറിച്ചെടുക്കുന്നുണ്ട്. 2 സ്ട്രാപ്പും ഒന്ന് പൊട്ട ഭാഗം ഒന്ന് അടിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കുമല്ലോ, ഉള്ളിൽ കൂടെ നല്ല ഭാഗം എടുക്കുമല്ലോ മടക്കിയൊന്ന്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല ഭാഗത്തിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ വരത്തക്ക വിധത്തിലും സ്ട്രാപ്പ് വെച്ച് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് അടിക്കാം. അതിന് ശേഷം ഇതൊന്ന് വറുത്താൽ നല്ല ഭാഗത്തു നിന്ന് പൊട്ട ഭാഗത്തേക്ക് മടക്കുമ്പോൾ സ്ട്രാപ്പ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. ഇനി ഇതൊന്ന് പതിച്ചടിക്കണം. ഇതൊന്ന് നമുക്ക് പതിച്ചടിക്കണം. ഇത് അപ്പുറത്ത് വെച്ച് കൊടുത്താണ് പീസ് നല്ല ഭാഗത്ത് വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുക. സ്ട്രാപ്പിൻ്റെ അവിടെയും അടിച്ച് എല്ലാ ഭാഗവും ഒന്ന് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഞാൻ ക്രോസ് പീസൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. ക്രോസ് പീസ് വെച്ച് ബാക്കിലേക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിൻ്റെ ആം ഹോളിലും നെക്കിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ഒരു സൈഡൊന്ന് അടിച്ചു കൊടുക്കുക, തയ്യൽ തുമ്പ് മടക്കി. അതിനുശേഷം ഈ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നിന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങാം. അതുപോലെ ഫ്രണ്ടിൽ വെച്ച പോലെ തന്നെ ഈ ബാക്ക് പാർട്ടിലും നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. നമ്മൾ അടിച്ച് അവിടെ എത്തുമ്പോൾ സ്ട്രാപ്പ് വയ്ക്കുന്ന സ്ഥലത്ത് സെൻറ്ററിൽ എത്തുമ്പോൾ ഫ്രണ്ട് പാർട്ട് തയ്ച്ചതെടുക്കുക. നല്ല വശാക്കിയിടുക. സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക.
ക്രോസ് പീസ് തയ്ക്കുന്നതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ക്രോസ് പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ക്കുക. നമ്മൾ പെറ്റിക്കോട്ടൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ, സ്ട്രാപ്പ് വെച്ചിട്ട് പെറ്റിക്കോട്ട് തയ്ക്കുന്ന പോലെ തന്നെ. ഇനി അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം അതും ഒന്ന് പതിച്ചടിക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം ഞെറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഞെറിയിട്ടിട്ട് തന്നെ തയ്ക്കുന്നത്. ആലിയ കട്ടിൻ്റെ അടിയിൽ വയ്ക്കാനും ബാക്കിൽ സാധാ ഇത് നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഷേപ്പ് അല്ലാണ്ട് ഞെറിയിട്ട് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഞെറിയിട്ട് തയ്ച്ചതിൻ്റെ സെൻറ്ററും കൂടി വെച്ച് നല്ല ഭാഗം വെച്ചിട്ട് തയ്ക്കുക. അങ്ങനെ അറ്റം വരെ അടിക്കുക. ഇത് ഫ്രണ്ട് പാർട്ടാണ് അടിക്കുന്നത്. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ തയ്ക്കുക. ഞെറിയിടുക, ബാക്ക് പാർട്ടിൻ്റെ അത് ഞെറിയിടുക. ഇനി ഇത് ഷേപ്പ് ചെയ്യണം. ആം ഹോളിൻ്റെ അവിടെ നിന്ന് 5 ഇഞ്ച് വരത്തക്ക വിധത്തിൽ 7.5 ഇഞ്ചാണ് ആം ഹോള്. അവിടെ വെച്ച് ഷേപ്പ് ചെയ്യണം. അതിനുശേഷം അടി മടക്കി അടിച്ച് 1/2 ഇഞ്ച് ഇതിൽ അടി മടക്കി അടിച്ച് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആലിയ കട്ടിൻ്റെയും ഇതൊക്കെ ആയിട്ട് വരാം പിന്നീട് അടുത്ത വീഡിയോയിൽ. ആലിയ കട്ട് ചുരിദാർ തയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.